ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടത് നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി പുഷ്പാദാസിന് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖ. കേരളം ഇപ്പോൾ ഒരു രാഷ്ട്രീയ ചൂടിലാണല്ലോ. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവം നിയമസഭാ തിരഞ്ഞെടുപ്പ് വീണ്ടും നമ്മുടെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ പ്രധാന മണ്ഡലമായ തൃക്കാക്കര നിയോജക മണ്ഡലം ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുന്നു. ഈ മണ്ഡലത്തിൽ ജനങ്ങളോട് അടുത്തു നിന്ന് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധയായ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് പുഷ്പാദാസ്. ചുറ്റിക അരിവാൾ നക്ഷത്രമാണ് അഡ്വക്കേറ്റ് പുഷ്പാദാസിൻ്റെ ചിഹ്നം. ഇന്ന് എടപ്പള്ളി സ്വരൂപം ബ്രാഞ്ച് അതിർത്തിയിൽ അവർക്കായി ഒരുക്കിയ സ്വീകരണം ജനപങ്കാളിത്തത്തോടും ആവേശത്തോടും കൂടിയ ഒരു മനോഹരമായ സംഗമമായി മാറി. പ്രദേശത്തെ പ്രവർത്തകർ, നാട്ടുകാർ, പിന്തുണയ്ക്കുന്നവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന സ്വീകരണത്തിന് ശേഷം അഡ്വക്കേറ്റ് പുഷ്പാദാസ് നന്ദി പറഞ്ഞു. വികസനം, സാമൂഹ്യനീതി, മഹിളാ ശാക്തീകരണം ഇവയെല്ലാം അവരുടെ പ്രസംഗത്തിലെ പ്രധാന വിഷയങ്ങളായിരുന്നു. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ശബ്ദം അവരുടെ വാക്കുകളിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. ഓരോ വോട്ടിൻ്റെയും വില, ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തം അവർ ഓർമ്മിപ്പിച്ചു. ഈ വീഡിയോയിൽ ആ സ്വീകരണത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങളും അഡ്വക്കേറ്റ് പുഷ്പാദാസിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാനാവും. നമ്മുടെ ജനാധിപത്യത്തിൽ ഓരോ വോട്ടും മാറ്റം സൃഷ്ടിക്കാനുള്ള ശക്തിയാണ്. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ നമ്മുടെ വോട്ട് രേഖപ്പെടുത്താം. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഒരു അവസരമാണ്. വളരെ സ്നേഹോഷ്മളവും ആവേശത്തിലുമായ ഒരു സ്വീകരണമാണ് ഇവിടെ നൽകിയത്. അഞ്ജലി മോൾ ഒരു കാർഡ് തന്നെ തയ്യാറാക്കി വോട്ട് ഫോർ പുഷ്പാദാസ്. ഈ കാർഡ് തന്നെ തന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, കേരളത്തിലെ ജനതയ്ക്ക് ആകെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. കേരളം കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തുടർന്നു പോകണമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പിലും വിവിധങ്ങളായിട്ടുള്ള മുന്നണികൾ, പ്രത്യേകിച്ചും കേരളത്തിൽ 2 മുന്നണികളാണ്. ഇപ്പോ ഇടതുപക്ഷവും വലതുപക്ഷവും, അതോടൊപ്പം തന്നെ NDA 2020 കൂടി BJP കൂട്ടുപിടിച്ചിട്ടുണ്ട്. പ്രധാനമായും 3 കക്ഷികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങൾ സ്വീകരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെ തൊട്ടുകൊണ്ടുപോകുന്ന, അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയെ ആയിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വിഷൻ 2031 ആണ്. എന്താണ് വിഷൻ 2031? നമുക്കറിയാം, 2016 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യം അത് നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 2011 മുതൽ 2016 വരെ നമ്മുടെ സംസ്ഥാനത്ത് ഭരിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തെ സമസ്ത മേഖലയിലും വലിയ രീതിയിലുള്ള മുരടിപ്പാണ് അന്നുണ്ടായിട്ടുള്ളത്. അഴിമതിയാണ്, സോളാർ അഴിമതി അടക്കം നിരവധിയായിട്ടുള്ള അഴിമതികളാണ് അന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തെ താറുമാറാക്കിയിട്ടുള്ള, കേരളത്തിന്റെ വികസനത്തെ താറുമാറാക്കിയിട്ടുള്ള ആ UDF കാലഘട്ടത്തിൽ, ആ ഇരുണ്ട UDF കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തുടർന്ന്
അന്തി ഉറങ്ങുന്നു എന്നുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള ലൈഫ് പദ്ധതിയിലൂടെ ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടമാണ്. അത് മാത്രമല്ല, ഇപ്പോ നമ്മളൊക്കെ മറന്നു പോകും. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാം മറക്കുകയാണ്. ഇപ്പൊ കുമാരനാശാന്റെ ഒരു കവിതയിൽ തന്നെ പറയുന്നുണ്ട്, അഴലിന്റെ ഗാതി ജന്തുവിൽ പഴുതേറിയിലെത്തിയാണ്ടത് ഒഴിയാമത് മാനകേതുവാൻ ഒഴിയാതാർത്തി മനുഷ്യനെ വരും അല്ലേ. പക്ഷെ ആർത്തി മനുഷ്യൻ, അതായത് ദുഃഖം മനുഷ്യനെ വരും. പക്ഷെ ആ ദുഃഖവും നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ പലരും മറന്നു പോവുകയാണ്. കേരളം പിന്നിട്ടിട്ടുള്ള പ്രതിസന്ധികളെ നിപയും ഓഖിയും അതുപോലെ തന്നെ കോവിഡും പ്രളയവും ഒക്കെ തന്നെ മറന്നു പോവുകയാണ്. ഇപ്പൊ ഞാൻ പെരുമ്പാവൂർ വാഴക്കുളം പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് എന്റെ പ്രദേശത്ത് വെള്ളം കയറിയിട്ടില്ല. പക്ഷെ ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പറവൂരിൽ ഏകദേശം 14 ദിവസം അവിടെ ഭക്ഷണപ്പൊതി കൊടുത്തിട്ടുള്ളതാണ്. പറവൂർ നിങ്ങൾക്കൊക്കെ അറിയാം, ഗോപുരത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശം 2 നില കെട്ടിടങ്ങൾ പോലും വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യത്തില് അവിടെ എല്ലാവരെയും അല്ലെ, അന്ന് നമുക്ക് ജാതി ഉണ്ടായില്ല, മതമുണ്ടായില്ല, രാഷ്ട്രീയമുണ്ടായില്ല. കുന്നുമ്മേൽ പള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് എല്ലാവരെയും കൊണ്ടുവന്ന് താമസിച്ചിരുന്നത്. അപ്പൊ അവിടുത്തെ അച്ഛൻ, ഞങ്ങളോടൊക്കെ വളരെ അടുത്ത പരിചയമുള്ള അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഏകദേശം 400ഓളം വരുന്ന ആളുകളുണ്ട്, ഇവർക്ക് വസ്ത്രമില്ല, അപ്പൊ കുറച്ച് വസ്ത്രം ശേഖരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് വസ്ത്രം ശേഖരിച്ചുകൊണ്ട് അന്ന് ഒരു കാറ്ററിംഗിന്റെ വണ്ടിയിലാണ് ഞങ്ങൾ വസ്ത്രവുമായിട്ട് പോകുന്നത്. ആ വസ്ത്രവുമായി പോകുമ്പോൾ ഒരു 21 വയസ്സുള്ള പയ്യൻ കാറ്ററിംഗിന്റെ വണ്ടി പോകുമ്പോൾ അവൻ ഓടി വന്നിട്ട് ഭക്ഷണമാണോ എന്ന് ഇങ്ങനെ ആംഗ്യം കാണുകയാണ്. ഞങ്ങൾ കടന്നുപോയി. തിരിച്ച് ഞങ്ങൾ വരുമ്പോഴും പക്ഷെ അന്ന് ഞങ്ങളുടെ കയ്യിൽ വസ്ത്രമല്ലാതെ ഒന്നും ഉണ്ടായില്ല. എറണാകുളത്തിന്റെ നഗരങ്ങളിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള കടകളിൽ നിന്ന് ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള വസ്ത്രവുമായിട്ടാണ് പോയത്. പക്ഷെ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. കാരണം ഒരു പൊതി ചോറ് അവന് കൊണ്ടുകൊടുക്കണം. തുടർന്ന് ഞങ്ങളുടെ പ്രദേശത്ത് വന്ന് എല്ലാ വീടുകളിലും കയറുകയാണ്. എല്ലാ വീടുകളിലും കയറിയിട്ട് ഞങ്ങൾ പറഞ്ഞു, കുറച്ച് പൊതി, നാളെ നിങ്ങൾ എല്ലാവരും ഓരോ പൊതി ചോറ് തരണം. ഒരു 10-100 പൊതി സംഘടിപ്പിച്ചുകൊണ്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഞങ്ങള് അത് പൊതി ശേഖരിച്ചു വന്നപ്പോ 500ഓളം വരുന്ന പൊതികളുണ്ടായി. ആ പൊതികളുമായി പോകുമ്പോ വലിയ വല്ലന്തൂരത്ത് പാലമെത്തിയപ്പോ കുറച്ച് കുട്ടികൾ വരുന്നവരുണ്ട്. ഞങ്ങൾ ചോദിച്ചു, ചോറ് വേണോ? അപ്പോഴേക്കും ഓടി വരികയാണ് പ്രായമായിട്ടുള്ള ആളുകളടക്കം. അവിടെ ചെന്ന് കണ്ടാലാണ് ആ പ്രളയം അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കുടിക്കാൻ വെള്ളം പോലുമില്ല. അങ്ങനെ 12 ദിവസത്തോളം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഇത്തേരിക്കാവ് എന്ന് പറയുന്ന കൂട്ടുപുര ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയും വിവിധങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്നും അന്ന് രാഷ്ട്രീയമുണ്ടായില്ല, യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഉണ്ടായില്ല. ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് ഒരു 3 മണിക്ക് ഞങ്ങൾ കൂട്ടുപുരയിലേക്ക് പോകും. ഒരു സാമ്പാറും ഒരു തോരനും വെച്ച് ഞങ്ങൾ തന്നെ പൊതികെട്ടും. ഒരു 2000ഓളം പൊതികൾ ഞങ്ങൾ തന്നെ ആ രീതിയിൽ പൊതികെട്ടിക്കൊണ്ട് പോകും. ഓരോ ദിവസവും പൊതികെട്ടിക്കൊണ്ട് പോകുമ്പോ ഓരോ ആളുകളെയും ഞങ്ങൾ കൂടെ കൂട്ടും. എന്തിനാണെന്നറിയാമോ? ഈ ദൈന്യം അവർ മനസ്സിലാക്കാൻ. ആ കൂടെ വരുന്ന ആളുകളാണ് പിറ്റേ ദിവസം ഞങ്ങൾക്ക് ചോറ് വയ്ക്കാനുള്ള അരി തരുന്നത്. അങ്ങനെ വിതരണം. അപ്പൊ അതൊക്കെ നമ്മുടെ പറവൂർ ഭാഗത്ത് പോകുമ്പോ പറവൂരിപ്പോ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, ഞാനിതാ പറവൂർ മണ്ഡലത്തിന് വലിയ വികസനം നടത്തി എന്നൊക്കെ പറയുമ്പോ പറവൂർ മണ്ഡലത്തിന്റെ ഗോപുരത്ത് പ്രദേശങ്ങളിൽ പോകുമ്പോ നിസ്സഹായരായി നിന്നു പോകുന്ന മനുഷ്യരെ കാണുകയാണ്. അത്തരത്തിലുള്ള എത്രയോ അനുഭവങ്ങൾ ഈ പ്രളയകാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആ പ്രതിസന്ധികളിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചതാണ് കേരളത്തിലെ 1ാം പിണറായി ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഭരണചരിത്രം തിരുത്തിക്കൊണ്ട് 2021 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് വൈജ്ഞാനിക സമൂഹമായി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുള്ള നാടാണ് കേരളം. ആ കേരളത്തിലെ ജനങ്ങളുടെ ഭൗതികമായിട്ടുള്ള ആ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉത്പാദന മേഖലയിൽ ഒരു വർധനവുണ്ടാക്കി കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 10 വർഷത്തെ ഈ ഭരണാനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് വരുന്ന 5 വർഷക്കാലം 2031 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് വിഷൻ 2031 ഐക്യ കേരളം രൂപീകൃതമായി കേരളം 75
വർഷം പൂർത്തിയാകുന്ന ആ വേളയില് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ജീവിത നിലവാരം വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങളിലേക്ക് സാഹചര്യങ്ങളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഗവൺമെന്റ് നടത്തുന്നത്. ആ ഇടപെടൽ ഏറ്റെടുക്കേണ്ടത് ഇനി വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ, കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് തുടർച്ചയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും ആ തുടർച്ച കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ആ തുടർച്ചയുണ്ടാകുമ്പോൾ ഈ തൃക്കാക്കര മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ ഞാൻ വലിയ രീതിയിൽ പറയുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു MLA എന്ന നിലയിൽ എന്താണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്, എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തൃക്കാക്കരയിലെ നിവാസികളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുകയാണ്. നിരവധിയായിട്ടുള്ള വികസന സാധ്യതകളുള്ള ഈ മണ്ഡലത്തിൽ ആ വികസനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള എളിയ വാക്കാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്.